ഇന്ന് ഞാനിവിടെ വെജിറ്റബിൾ ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1/4 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയും കോൺഫ്ലവറും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാലോ 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈറ്റായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുമിച്ചൊഴിച്ച് കുഴച്ചെടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ ബാസ്ക്കറ്റിനുള്ളിൽ നിറയ്ക്കേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. ഉള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് കടല വേവിച്ചത്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പൊടികളെല്ലാം ഞാനിവിടെ 1/4 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പെപ്പർ പൗഡർ, റെഡ് ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ടെർമറിക് പൗഡർ, ക്യുമിൻ സീഡ് പൗഡർ, സോൾട്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ടിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്കിനി ഈ കടലയും സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാസ്ക്കറ്റിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായി. ഇനി നമ്മൾ ഫില്ലിങ്ങിൻ്റെ മീതെ ഒഴിക്കുന്ന സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോസിന് വേണ്ടി ഇവിടെ ഞാൻ 10 ഡേറ്റ്സ് അതിൻ്റെ സീഡൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പാനി കാച്ചിയതും, നല്ല കട്ടിക്ക് വേണം കാച്ചിയെടുക്കേണ്ടത്, 1 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞ വെള്ളവും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കുക്കുംബറും മല്ലിയിലയും മാതളവും പിന്നെ ഒരു നാരങ്ങയുടെ നീരും 2 നുള്ള് ബ്ലാക്ക് പെപ്പർ പൗഡറും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടോപ്പിങ്ങിന് വേണ്ട മിക്സിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാസ്ക്കറ്റിൽ ഫില്ല് ചെയ്യേണ്ട ഫില്ലിങ്ങും സോസും ഗാർണിഷ് ചെയ്യേണ്ട വെജിറ്റബിൾസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൗണ്ടർ ടേബിളിൽ ഇട്ടിട്ട് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബ്രഷ് ചെയ്ത ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുത്ത് ഇങ്ങനെ വച്ചിട്ട് നമുക്കിതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് ഈ മാവ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പാത്രം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രം നന്നായിട്ട് താഴ്ത്തി കൊടുക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്ക് പതുക്കെ ഇതൊന്ന് വിട്ടു കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരു ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ എണ്ണയെല്ലാം മാറ്റിയിട്ട് ഇത് മാറ്റി വെക്കാം. ബാക്കിയിരിക്കുന്ന ബാസ്ക്കറ്റ് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാസ്ക്കറ്റ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ ബാസ്ക്കറ്റും എടുത്ത് നമുക്കിത് ഫില്ല് ചെയ്യാം. ബാസ്ക്കറ്റ് എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിലേക്കിനി സോസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റും എടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഇവിടെ തയ്യാറായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.